ഹലോ ഗൈസ്, സുഖല്ലേ? മഴയെല്ലാം പാറിക്കൊണ്ടുണ്ട്. ഇന്നാണെങ്കിൽ എന്റെ മെസ്സ് മിനിയാന്ന് കൊളായ കസ്റ്റർഡ് എന്തായിട്ട് ആക്കിയല്ലോ ഭാഷയിലാന്ന് ഞാൻ ഇന്ന് ഏതായാലും വാനില ഫ്ലേവറിലും വാങ്ങിയിട്ടുണ്ട്. എന്താവുന്ന് കണ്ടിട്ടുണ്ട് അറിയാം. ഇതായിട്ട് ഒരു ഐറ്റം കൂടി കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ പേര് ഐസ് ബോംബ്. ഈ റമദാനിലെ അപ്പം ചുടല് സതീഷ് ഏട്ടൻ തന്നെ കൊണ്ടുപോയി. മൂപ്പറൊരു സംഭവം തന്നെ അല്ലെ. റിയാസ് ഭായി ഫ്രൂട്ടെല്ലാം കട്ടാക്കിക്കൊണ്ടുണ്ട്. കസ്റ്റർഡിന് ഫ്രൂട്ട് എന്തായാലും വേണമല്ലോ. ഫ്രൂട്ടെല്ലാം ഇട്ടിട്ട് കസ്റ്റർഡ് ഏതായാലും റെഡി ആയിട്ടുണ്ട്. ഒരു 75% റെഡി ആയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഹൈർ. അതിൽ നിന്ന് ഓരോരോ ഐറ്റം എടുത്തിട്ട് കെച്ചപ്പിൽ മുക്കിയിട്ട് തിന്നുമ്പോണ്ടല്ല, സ്വർഗം തന്നെ. നിങ്ങൾ സ്വർഗം തന്നെ. കാരണം നമ്മൾ തന്നെ ചുട്ടിട്ട് നമ്മൾ തന്നെ തിന്നുന്നല്ല, പുറത്ത് തിന്നല്ല. പപ്പ തിന്നുന്ന പോലെ സുഹൈല് തിന്നാൻ നോക്കി, ഓനിക്കാണാൻ കഴിയുന്നില്ല. ഓന്റെ ചെറിയ ബായല്ലേ. ഇന്ന് എന്റെ മെസ്സായതുകൊണ്ട് കടുമ്പും നല്ല ബീഫ് കറി ഉണ്ടാക്കാനുള്ള പരിപാടിയില്ലാന്ന്. പുരക്കുന്ന ഉമ്മാല വെക്കുമ്പോ ബീഫ് കറി എന്ത് ടേസ്റ്റ് എന്നറിയാം. അതുപോലെ ഒരു കറി ഇതുവരെ വെച്ചിട്ടില്ല, അങ്ങനെ കൂട്ടിയിട്ടില്ല. എന്തെന്ന് അറിയുന്നില്ല. പരമാവധി വെക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ ആകുന്നില്ല. ചൂടുവെള്ളത്തിലേക്ക് വെക്കേണ്ട പത്തലിന്റെ പൊടിയാണെങ്കിൽ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് ആകെ കൊളാക്കിയിട്ടുണ്ട് പപ്പൻ. അതെല്ലാം ഉരുട്ടി അപ്പച്ചമ്പിന്റെ മുകളിലേക്ക് വെക്കലുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിനെ കടുമ്പ് എന്നാ പറയില്ല. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്ന അറിയില്ല. കടുമ്പ് ചെറുതാണ്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ബെലിങ്ങനെ തന്നെ ആക്കി. നല്ല മുളകിട്ട് ഇറച്ചിക്കറിയെല്ലായിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കുറച്ച് ഡ്രൈ ആക്കാൻ തുടങ്ങി. എങ്ങനെ കഷ്ണം എടുത്തിട്ട് ചെറുങ്ങനെ അരിഞ്ഞ് വറക്കുന്നുണ്ട്. അതും കൂടി ഇറച്ചിക്കറിയിലേക്ക് ഇടാനുള്ള പരിപാടിയാണ്. എല്ലാം ഇട്ടിട്ട് ഒന്ന് ഇളക്കിനവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പാത്രമെല്ലാം കുറെ കൂടീന്. അതെല്ലാം കഴുകിയിട്ട് നമ്മൾ തിന്നാനിരുന്നു. ചൂട് ഇറച്ചിക്കറി ആ കടുമ്പും കൂടിയിട്ട് തിന്നുമ്പോ ഉണ്ടല്ല, എന്ത് രസാന്ന്. ഞങ്ങളെല്ലാം നല്ല ഉഷാറായി എന്ന് പറഞ്ഞ കറി. ആ ഡ്രൈ ആക്കിയ ബീഫിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് വായിലേക്ക് ഇട്ടിട്ട് തിന്നുമ്പോ ഉണ്ടല്ല, ഏത് മോനെ ബീഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വികാരം തന്നെ. അപ്പൊ അതെല്ലാം തിന്നിട്ട് നമ്മൾ കിടന്ന്. അപ്പൊ ഓക്കെ, ബൈ.